അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തർക്കീബുൽ ഇൻജിലീസിയ ലിതുല്ലാബിൽ അറബിയ, ഇംഗ്ലീഷ് തർക്കീബ് ഫോർ ദഅവ സ്റ്റുഡൻസ് എന്ന ഇംഗ്ലീഷ് തർക്കീബ് പഠനത്തിന് വേണ്ടി തയ്യാറാക്കിയ നമ്മുടെ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഈ ഒരു ഗ്രന്ഥം ഇത്രയധികം മുതഅല്ലിമുകളും ഉസ്താദുമാരും സ്ഥാപനങ്ങളും ഏറ്റെടുക്കാനുള്ള കാരണം എന്താണ് എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും. ഉത്തരം ലളിതമാണ്. അറബി തർക്കീബുമായി വാക്യഘടനയുമായി കമ്പയർ ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് പഠന തർക്കീബ് ഗ്രന്ഥം, ഇതുപോലെ ഇംഗ്ലീഷ് തർക്കീബ് വെക്കുന്ന ഒരു ശൈലി നമ്മുടെ കേരളക്കരയിൽ അങ്ങനെയുള്ളൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്നതായിരിക്കാം ഒരു പക്ഷേ ഇത് ഇത്രയധികം ആളുകൾ ഏറ്റെടുക്കാനുള്ള ഒരു കാരണം. വ്യത്യസ്തതകൾ എല്ലാവരും ഏറ്റെടുക്കും. പ്രത്യേകിച്ച് ഒരു ഭാഷ പഠിക്കുമ്പോൾ അത് ഉള്ളറിഞ്ഞ് പഠിക്കാനുള്ള ശ്രമം എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. നമ്മൾ അറബിയിൽ തർക്കീബ് വെക്കുന്നത് എങ്ങനെയാണ്? ഒരു ജുംല കിട്ടിയാൽ അതിൻ്റെ വാക്യഘടന കൃത്യമായി ബോധ്യപ്പെട്ടാലേ അത് ആത്മാർത്ഥമായി അർത്ഥം വെക്കാൻ കഴിയൂ. നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ശൈലി അനുസരിച്ച് ഒരു സെൻറ്റൻസ് വായിച്ച് ഒരു അർത്ഥം കോരിയിടുന്ന രൂപം, ആ സെൻറ്റൻസിലേക്ക് ഒരു അർത്ഥം കോരിയിടുന്ന രൂപം, കൃത്യമായി വാക്കുകൾ വായിച്ച് അർത്ഥം പഠിപ്പിക്കുന്ന ശൈലി ഇല്ല. എന്നാൽ ഉസ്താദുമാർ അങ്ങനെയല്ലല്ലോ, നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ ഓരോ ജുംലകളും വായിച്ച് അതിൻ്റെ വാക്യഘടന ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് നമ്മൾ. നമുക്ക് അഭിമാനിക്കാം. നമുക്ക് ഇതുപോലെ ഇംഗ്ലീഷും പഠിക്കണം. അതിന് ഈ ഗ്രന്ഥം സഹായിക്കും. അതുകൊണ്ടാണ് ഉസ്താദുമാരെല്ലാം, സ്ഥാപനങ്ങളെല്ലാം അതിൻ്റെ കരിക്കുലത്തിൽ പോലും പല സ്ഥാപനങ്ങളും ഈ ഗ്രന്ഥം ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ ഗ്രന്ഥം ലളിതമായി അവതരിപ്പിച്ച് അവർക്കൊരു സഹായമാകുന്ന രൂപത്തിൽ നമ്മൾ തുടർന്നുമുണ്ടാകുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. പള്ളി ദർസുകളിൽ നാം ഓതുന്ന കിതാബുൽ അവാമിൽ പൂർത്തിയായി. അത് തർക്കീബ് വെച്ച് തുടങ്ങുന്ന മുതഅല്ലിമീങ്ങൾക്ക് വരെ നോക്കിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു ഗ്രന്ഥം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വളരെ ലളിതമായി പരമാവധി അറബി ഭാഷയോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിലെ ചില അധ്യായങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ അവതരിപ്പിക്കാം. ഉസ്താദുമാർക്ക് തഖ്വീമുൽ ലിസാൻ ഓതിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഖത്തറിനതയോടൊപ്പം, അല്ലെങ്കിൽ തഖ്വീമുൽ ലിസാൻ പകുതിയായ വിദ്യാർത്ഥികൾക്ക് തഖ്വീമുൽ ലിസാനോടൊപ്പം തന്നെ ഓതിപ്പോകാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് തയ്യാർ ചെയ്തിട്ടുള്ളത്. നമുക്ക് മുബത്തദയും ഖബറും ഫിഅലും ഫായിലും മഫായിലുകളും ഒക്കെ ലളിതമായി നമുക്കറിയാം. മുതഅദ്ദിയും ലാസിമും ജാർ മജ്റൂറും ലർഫും ഹാലും സിഫത്തും എല്ലാം നമുക്ക് ലളിതമായി മനസ്സിലായാൽ മതി. അത് മനസ്സിലായവർക്കൊക്കെ ഇത് വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയും. അറബി കിതാബുകളുടെ അതേ സ്ട്രക്ചറിലാണ് പരമാവധി ഇത് തയ്യാർ ചെയ്തിട്ടുള്ളത്. അറബി ഭാഷയുടെ വാക്യഘടന നമ്മൾ പഠിക്കുന്നത് പോലെ ഇംഗ്ലീഷിൻ്റെ വാക്യഘടനയും നമുക്ക് വളരെ ലളിതമായി പഠിക്കാൻ കഴിയുമെന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഈ പുസ്തകത്തിൻ്റെ ഇൻഡെക്സ്, അതിൻ്റെ ഉള്ളടക്കം ഒന്ന് പരിശോധിക്കുന്നവർക്ക് ഈ കിതാബ് എങ്ങനെയാണെന്ന് ബോധ്യപ്പെടും. ആദ്യം തന്നെ അഹ്റുഫുൽ ലുഗ അൽ ഇൻജിലീസിയ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. തൊട്ടുടനെ അഖ്സാമുൽ കലാം, പാർട്സ് ഓഫ് സ്പീച്ച്, ഒരു കലാം ഉണ്ടായിത്തീരാനുള്ള പാർട്സുകൾ എന്തെല്ലാമാണ്, അത് ഓരോന്ന് ഉദാഹരണ സഹിതം ആദ്യം തന്നെ പറയുന്നുണ്ട്. ഒന്നാമത്തെ അധ്യായം തന്നെ അൽ അദവാത്ത്, ഹുറൂഫുകളെ കുറിച്ചാണ്. ദ ആർട്ടിക്കിൾസ്, നമ്മൾ ഒരു പദം കിട്ടിയാൽ അതിനെ നെക്കിറയാക്കാനും മാരിഫയാക്കാനും നമുക്കറിയാം. എന്നാൽ ഇംഗ്ലീഷിലും ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളുകളുണ്ട്. അതിനെക്കുറിച്ച് വളരെ ലളിതമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത അധ്യായം നൗണുകളാണ്. അൽ അസ്മാ, ഇസ്മുകൾ. ഇസ്മുകൾ ഏതൊക്കെ തരത്തിലുണ്ട്, ഒരു ഇസ്മിനെ എങ്ങനെ ജമആക്കാം, ഇസ്മുകൾ ഏത് രൂപത്തിലൊക്കെ വരും. ഇപ്പോൾ ഒരു ഇസ്മ നമുക്കറിയാം, ഒരു ഇസ്മ ഏതൊക്കെ രൂപത്തിൽ വരും. മുബത്തദയായി വരും, മഫ്ഊലായി വരും, അതുപോലെ തന്നെ മുളാഫുൻ ഇലൈഹി ആയി വരും, അതുപോലെ മുനാദയായി വരും. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതേപോലെ ഇംഗ്ലീഷിലുമുണ്ട് നൗൺ കേസുകൾ, അഹ്വാലുൽ അസ്മാ, ഇസ്മുകളുടെ അവസ്ഥകൾ, ഹാലത്തുൽ ഫായിലി അവിൽ മുബത്തദ, മുബത്തദയോ അതുപോലെ തന്നെ ഫായിലൊക്കെ ആയി വരാം. സിനാൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ
സിനാൻ യലാബു സിനാൻ എന്നാണല്ലോ അർത്ഥം. അവിടെ സിനാൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ സിനാൻ എന്നത് സബ്ജക്റ്റാണ്, മുബത്തതയായാണ് വന്നത്. അതുപോലെ മഫ്ഊലായിട്ട് വരാം. സിനാൻ പ്ലേസ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ, സിനാൻ കളിക്കുന്നു, ഫുട്ബോൾ എന്ത്, ഫുട്ബോൾ കളിക്കുന്നു. ഫുട്ബോൾ എന്നത് ഒബ്ജക്റ്റ് മഫ്ഊലായിട്ടാണ് വന്നത്. അതുപോലെ മുലാഫുൻ ഇലൈഹി ആയിട്ടും അതുപോലെ തന്നെ മുനാദയായിട്ടൊക്കെ ഇസ്മുകൾ വരാറുണ്ട്. അപ്പോൾ ഇസ്മ് എന്താണെന്നും അതിനെ എങ്ങനെയൊക്കെ ജമഅ ആക്കാൻ പറ്റും, അത് ഏതൊക്കെ രൂപത്തിൽ വരും, അത് സെന്റൻസുകളിൽ ഏതിനൊക്കെ പ്രതിനിധാനം ചെയ്തു വരുമെന്ന് പറയുന്നു. ശേഷം അതിൻ്റെയൊക്കെ മലയാള സംഗ്രഹം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലമീറുകളെ കുറിച്ചാണ് പറയുന്നത്, പ്രോനൗൺസിനെ കുറിച്ച്. പ്രോനൗൺസ് ലമായിറു റഫ്അ്, ലമായിറു നസ്ബ് അഥവാ മുബത്തതയായി വരുന്ന ലമീറുകൾ, മഫ്ഊലായി വരുന്ന ലമീറുകൾ, ഇതൊക്കെ വ്യത്യസ്തങ്ങളായ അധ്യായങ്ങളായി സംസാരിക്കുന്നുണ്ട്, വ്യത്യസ്തങ്ങളായ അധ്യായങ്ങളായി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അജക്റ്റീവാണ് സിഫത്ത്. സ്മാർട്ട് ബോയ്, വലതുൻ ദക്കി എന്ന് നമ്മൾ പറയും. അവിടെ അറബിയിൽ ബാക്കിലാണ് സിഫത്ത് വരിക, ഇംഗ്ലീഷിൽ മുന്നിലാണ്. ഇതൊക്കെ ഓരോന്നും അറബിയിലും ഇംഗ്ലീഷിലും ലളിതമായി വിശദീകരിക്കുന്നുണ്ട്. ഒരു സിഫത്ത് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, ഏതൊക്കെയാണ് സിഫത്ത്, എങ്ങനെ സിഫത്തിനെ കണ്ടാൽ തിരിച്ചറിയാം, അത് പറയുന്നുണ്ട്. അതുപോലെ ഇസ്മു തഫ്ലീൽ, അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, അറബിയിലുള്ള പരമാവധി കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് ഈ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൻ്റെ ഇൻഡെക്സ് ഒന്ന് പൂർത്തിയായി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ ഓക്സിലറി വേർബ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ മുതഅദ്ദിയും ലാസിമും, ഫിയലുകളുടെ രൂപം, ഫിയലുകൾ സ്വഹീഹായ റെഗുലർ വേർബ്സ്, ഇറഗുലർ വേർബ്സ് എന്താണ്, ഉസ്താദുമാർക്ക് ഫിയലുകൾ ഏതൊക്കെ ടെൻസുകളൊക്കെ വളരെ വിശദമായി പറയുന്നു. മഅറൂഫും മജ്ഹൂലും, എങ്ങനെ അംറിനെടുക്കാം, എങ്ങനെ നഹീനെടുക്കാം, എങ്ങനെ ഹാല്, ജാറ് മജ്റൂർ ഒക്കെ വരെ പറയുന്നുണ്ട്. അത്ഫിൻ്റെ അക്ഷരങ്ങളെക്കുറിച്ച് ഇങ്ങനെ തുടങ്ങി ജുംലകളെക്കുറിച്ച്, ജുംലകൾ ഏതൊക്കെ തരത്തിലുണ്ട്, ജാറ് മജ്റൂർ മജ്മൂ ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ല, അതൊക്കെ ഇംഗ്ലീഷിലും ഉണ്ട്. വളരെ ലളിതമായി അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തുടക്കവും 1-2 ചാപ്റ്ററുകൾ ഞാനൊന്ന് ലളിതമായി വിശദീകരിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ 7ാമത്തെ പേജ് നോക്കാം. ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, അഹ്റുഫുൽ ലുഗ അൽ ഇൻജിലീസിയ. ഇംഗ്ലീഷിൽ 2 തരം ലെറ്റേഴ്സ് ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ചെറിയ അക്ഷരം വലിയ അക്ഷരം. അത് നമ്മുടെ അറബിയിലില്ല, അത് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നീട് ഇംഗ്ലീഷിലെ അക്ഷരങ്ങളെ 2ആയി തരംതിരിക്കുന്നുണ്ട്. അഥവാ നമ്മുടെ എല്ലത്തിൻ്റെ അക്ഷരം എന്ന് പറയില്ലേ, അലിഫ് വാവ് യാ, അതിന് സമാനമായുള്ള അക്ഷരങ്ങൾക്കാണ് വവൽ ലെറ്റേഴ്സ് എന്ന് പറയുക. AEIOU നീട്ടാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, അൽ അഹ്റുഫു AEIOU അഹ്റുഫ് സൗത്തിയ മുതഹരിക ഇല്ല ഫിൽ ലുഗത്തിൽ അറബിയ. കണ്ടോ, അറബി ഭാഷയിലെ സൗത്തിയ സ്വരം നൽകുന്ന, ഹറക്കത്തിന് പകരമായി ഉപയോഗിക്കുന്ന, ഇല്ലത്തിന് പകരമായി ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾക്കാണ് വവൽ സൗണ്ട്, വവൽ ലെറ്റേഴ്സ് എന്ന് പറയാം, ഹുറൂഫുൽ മദ് എന്ന് പറയാം. വഹിയൽ ഹുറൂഫുല്ലത്തി തുമാസിലുൽ മദ്ദ വൽ ഹറക്ക, അത് ഹറക്കത്തിനോടും മദ്ദിനോടും തുല്യമാകുന്നതാണ് അറബി ഭാഷയിൽ. അതുപോലെ അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? അറബി ഭാഷയിൽ ലമ്മത്ത്, ഫത്ഹത്ത്, കസ്റത്ത്, അതാണ് ചെറിയ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുക, ചെറിയ അക്ഷരത്തെ രൂപാന്തരപ്പെടുത്താൻ ഉപയോഗിക്കുക. എന്നാൽ മദ്ദക്ഷരങ്ങൾ അലിഫ് വാവ് യാ ആണ്, തൊവീലായ അസ്വാത്തുകൾക്കാണ് അതാണ് ഉപയോഗിക്കുക. ഇംഗ്ലീഷിൽ 2നും ഒന്നാണ് ഉപയോഗിക്കുക. അതിൻ്റെ ഉദാഹരണം അടുത്ത പേജിൽ പറയുന്നു. പിന്നീട് കൺസണന്റ് സൗണ്ട് ആണ്, കൺസണന്റ് ലെറ്റേഴ്സ് ആണ്. അൽ അഹ്റുഫു സാക്കിന എന്നാണ് അതിന് അറബിയിൽ പറയാം. അതായത് നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങളല്ല. ഹിയല്ലത്തി ലഹ നുതുഖുൻ മുഅയ്യനായ ഒരു ശബ്ദമുള്ള അക്ഷരങ്ങളാണ്. അത് AEIOU അല്ലാത്ത എല്ലാ അക്ഷരങ്ങളുമാണ്. അതിൻ്റെ ലളിതമായ ഒരു മലയാള സംഗ്രഹം ഒന്ന് വായിച്ചു നോക്കൂ. ഇംഗ്ലീഷ് ഭാഷയിലെ അക്ഷരങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ് എന്നിങ്ങനെ 2 രൂപങ്ങളുണ്ട്. ഈ അക്ഷരങ്ങൾ വവൽസ്, കൺസണൻസ് എന്നിങ്ങനെ 2ആയി തിരിച്ചിരിക്കുന്നു. അറബി ഭാഷയിൽ ഹറക്കത്തുകളും ബ്രാക്കറ്റിൽ ഫത്ഹ്, കസ്ർ, ലം, മദ്ദുകളും ഉപയോഗിച്ച് ഉച്ചാരണം നിയന്ത്രിക്കുന്നത് പോലെ ഇംഗ്ലീഷിൽ വവൽസ് അതുപോലെയാണ് ഇംഗ്ലീഷിൽ വവൽസ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ വളരെ വിശദമായി പറഞ്ഞു. അടുത്ത പേജിൽ നോക്കൂ. പാർട്സ് ഓഫ് സ്പീച്ച്, അഖ്സാമുൽ കലാം, കലാമിൻ്റെ പാർട്സുകൾ. നമ്മൾ അറബി കലാമിൽ എത്ര പാർട്സുകളാണുള്ളത്? നമ്മൾ സാധാരണ പഠിക്കാറുള്ളത് ഇസ്മു, ഫിഅൽ, ഹർഫ് എന്നാണ്. എന്നാൽ ഇതിലുള്ള എല്ലാ തറാക്കീബുകളെയും പാർട്സ് ആയിട്ടാണ് എണ്ണുന്നത്. അവലൻ നതഅറഫു അലാ ജമീഇ അഖ്സാമിൽ കലിമാത്തി ഫിൽ ലുഗത്തിൽ ഇൻജിലീസിയ. കണ്ടോ, ഇംഗ്ലീഷിലെ
കലാമിൻ്റെ കലിമത്തുകളുടെ പാർട്സുകളും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇംഗ്ലീഷിൽ 9 എണ്ണം ഉണ്ട്. ആർട്ടിക്കിൾ അഥവാ ഹർഫുകൾ എയും ഏനും ദ. അതുപോലെ നൗൺസ് അഹമ്മദ്, കാറ്, കാറ്റ്, ലണ്ടൻ എന്നൊക്കെ പോലെ. ലമീർ ഐ, ഹി, ഷീ, ഇറ്റ് ദേ പോലെ. അജക്റ്റീവ് ബിഗ്, റെഡ്, ഹാപ്പി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. ഫിയാലുകൾ, അതുപോലെ ഹാലുകൾ, ഹെറൂഫുൽ ജറൊക്കെ അറബിയിലല്ലേ ഉണ്ടാകുന്നത്. ശരിക്കും ജറിൻ്റെ ആ അമല് കസ്രത്ത് അതല്ല ഉദ്ദേശിക്കുന്നത്. ജറ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിയാലിൻ്റെ പ്രവൃത്തിയെ, ജറിൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? ഫിയാലിനെ ഇസ്മിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന മധ്യവർത്തി എന്നാണ്. ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ ടു സ്കൂൾ, പോവുക എന്ന പ്രവൃത്തിയെ സ്കൂളിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന, സ്കൂൾ എന്ന നാമത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന മധ്യവർത്തിയാണ് ടു. അപ്പോൾ അഥവാ മലയാളത്തിലും അതുണ്ട്. ഞാൻ ലേക്ക് പോകുന്നു, ലേക്ക് സ്കൂളിലൂടെ നടന്നു, ലൂടെ, അതൊക്കെ ജറിൻ്റെ അക്ഷരമാണ്. അപ്പോൾ ആ ജറിൻ്റെ അക്ഷരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അത്തഫിൻ്റെ അക്ഷരങ്ങളെ കുറിച്ച് ഇതൊക്കെ പറയുന്നുണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം. ഉസ്താദുമാരായതുകൊണ്ട് ഞാൻ ആദ്യം ആർട്ടിക്കിൾസ് ആർ യൂസ്ഡ് ബിഫോർ നൗൺസ് ഇൻ ഇംഗ്ലീഷ്, അതിൻ്റെ ആ അറബി ഞാനൊന്ന് വായിക്കാം. അൽ അദവാത്ത്, അതാണ് ചാപ്റ്റർ 1. തൂളു അദവാത്തു താരീഫി വ തങ്കീരി ഖബലൽ അസ്മായി ഫിൽ ലുഗത്തിൽ ഇൻജിലീസിയ. താരീഫിൻ്റെയും തങ്കീറിൻ്റെയും അക്ഷരങ്ങളെ സ്ഥാപിക്കപ്പെടുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ഇസ്മുകൾക്ക് മുമ്പിലാണ്. വഹിയ, ആ അക്ഷരങ്ങൾ തുബയ്യിനു, അത് വ്യക്തമാക്കി തരും, ഹലിൽ ഇസ്മു നക്കിറ അം മാരിഫ, ഈ എയും ഏനും ദായും ഇതാണ് ഒരു ഇസ്മു നക്കിറയാണോ മാരിഫയാണോ എന്ന് വേർതിരിച്ച് തരിക, ബയാൻ ചെയ്തു തരിക. ഹാദ, ഇത് യുഷ്ബിഹുമ, ഒന്നിനോട് സാദൃശ്യപ്പെട്ടിരിക്കുന്നു, ഫില്ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിലുള്ള ഒന്നിനോട്. അതേതൊക്കെയാ? നക്കിറ, മിൻ നക്കിറത്തിൻ വ മാരിഫത്തിൻ. കണ്ടോ, നക്കിറ മാരിഫ. നമ്മൾ റജുലി പറഞ്ഞാൽ ഏതോ ഒരു റജുലി, റജുലി പറഞ്ഞാൽ ഇന്നാലിന്ന റജുലി എന്നല്ലേ. അതിന് പകരമാണ് ഇംഗ്ലീഷിൽ എയും ഏനും, അത് നക്കിറയാക്കാൻ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ദ എന്നത് മാരിഫയാക്കാൻ ഉപയോഗിക്കുന്നതാണ്. നോക്കാം. തങ്കസിമു അദവാത്തു താരീഫി വ തങ്കീരി ഫിൽ ഇൻജിലീസിയ ഇല നൗഐനി. ഇംഗ്ലീഷിൽ താരീഫിൻ്റെയും തങ്കീറിൻ്റെയും അക്ഷരങ്ങൾ 2 നൗവായിട്ടുണ്ട്. അഥവാ അദാത്തു നക്കിറ, അദാത്തു താരീഫ്, അഥവാ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. എയും ഏനും എന്തിനാ ഉപയോഗിക്കുക? അത് നെക്കിറയാക്കാൻ, അദാത്തു നെക്കിറയാണ്. നോക്കാം. എയും ഏനും അദാത്ത തങ്കീരി ഫിൽ ലുഗത്തിൽ ഇൻജിലീസിയ, ഇംഗ്ലീഷിലെ നെക്കിറയാക്കാൻ ഉപയോഗിക്കുന്നതാണ്. കണ്ടോ, എവിടെയാണ് എ ഉപയോഗിക്കുക, ഏൻ ഉപയോഗിക്കുക, രണ്ടും വ്യത്യാസമുണ്ട്. അത് ശേഷമുള്ള വവൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. വവൽ സൗണ്ട് കണ്ടില്ലേ, ആ വവൽ സൗണ്ട് ഉള്ളിടത്തൊക്കെയാണ് അത് ഉപയോഗിക്കുക. അതിനെക്കുറിച്ച് വളരെ ലളിതമായി പറയുന്നുണ്ട്. പിന്നെ അടുത്ത പേജിൽ നോക്കിയാൽ കാണാം ഇസ്തിമാലു അദാത്ത് നെക്കിറ, നെക്കിറൻ്റെ അക്ഷരം എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക. ചില പദങ്ങളുടെ മുമ്പിലൊന്നും ചേർക്കാൻ പറ്റില്ല, അത് ഏതൊക്കെയാണ്. പിന്നെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അഥവാ അദാത്തു താരീഫ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക, അതൊക്കെ കണ്ടില്ലേ കള്ളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മലയാള സംഗ്രഹം ഒന്ന് നോക്കൂ. ഈ അധ്യായത്തിൽ ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് എയും ഏനും ദയും എങ്ങനെയാണ് ഇതിനെ അറബി താരീഫ് തങ്കീറിനോടൊപ്പം വിശദീകരിക്കുന്നു. ദ താരീഫിന് വേണ്ടി, എയും ഏനും നെക്കിറക്ക് വേണ്ടി. അപ്പോൾ ഒരു അറബിയിൽ അൽ വാക്കിന്റെ ഭാഗമാണ് അല്ലേ, നമ്മൾ വാക്കിനോട് ചേർത്താണ് എഴുതാറുള്ളത്. എന്നാൽ ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾ നൗണിന് മുമ്പ് സ്വതന്ത്ര പദമായി നിൽക്കുന്നു. അറബി താരീഫ് നെക്കിറ മനസ്സിലാക്കിയവർക്ക് ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് ഉപയോഗവും അവയുടെ സ്ഥാനവും വാക്യഘടനയിൽ എളുപ്പം മനസ്സിലാക്കാനാവും. അങ്ങനെ ഒന്നാമത്തെ ആർട്ടിക്കിൾസിനെ കുറിച്ച് ലളിതമായി പറഞ്ഞു കഴിഞ്ഞു, അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക. പിന്നെ അടുത്തത് നൗൺസ് ആണ്. അങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. ഇനി ഈ അധ്യായങ്ങളൊക്കെ പഠിച്ചിട്ട് അഥവാ എന്താണ് ഇസ്മ്, എന്താണ് മുബത്തദ, എന്താണ് അജക്റ്റീവ്, അതുപോലെ തന്നെ നെഗേഷൻ എങ്ങനെയാണ്, അഡ്വർബ് എങ്ങനെയാണ്, അതുപോലെ ടെൻസുകളൊക്കെ അറബിയുമായിട്ട് താരതമ്യം പഠിച്ച് ജുംലത്തുൻ ഷർത്തിയ അതുപോലെ എല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് അറബിയിൽ തെർക്കീബ് വെക്കുന്നത് പോലെ പരിശീലനവും നൽകുന്നുണ്ട്. പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 111 എടുത്താൽ കാണാം. മുമാറസത്തു തെർക്കീബ്, പ്രാക്ടീസ്, സിൻടാക്സ് അഥവാ തെർക്കീബ് പരിശീലനം. കുറച്ച് കഥകളാണ് കൊടുത്തിട്ടുള്ളത്. ആ 111 മുതൽ അവസാനം വരെ കഥകൾ പരിശീലിപ്പിക്കുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് മാത്രമേ അതിലുണ്ടാവുള്ളൂ. നമുക്ക് ഒരു ചെറിയ എങ്ങനെയാണ് ഇതിന്റെ രൂപം എന്ന് മനസ്സിലാക്കാനാണ് കേട്ടോ പറയുന്നത്. കഥ എല്ലാവരും കണ്ടില്ലേ? ദ മോർണിംഗ് ഓഫ് ഫെയ്ത്ത് എന്നാണ് കഥയുടെ പേര്.
ചെറിയ ലളിതമായ കവിതയാണ്. അതിന്റെ അറബി തർക്കീബ് ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. ദ യങ് ബിലീവർ വോക്ക് അപ്പ് ബിഫോർ ഫജ്ർ, ഇസ്തൈഖദൽ മുഅ്മിനു ഷാബു ഖബലൽ ഫജ്ർ. ഫജ്റിന് മുമ്പ് ഒരു യുവാവായിട്ടുള്ള മുഅ്മിനായ മനുഷ്യൻ ഉണർന്നു എന്നാണ് അതിന്റെ അർത്ഥം. നോക്കൂ, ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ദ മഅരിഫയാക്കാൻ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി യങ് എന്നത് അത് അജക്റ്റീവാണ്, അഥവാ സിഫത്ത്. സിഫത്ത് മുമ്പിലാണ് അറബിയിൽ അല്ല ഇംഗ്ലീഷിൽ വരിക, അറബിയിൽ നേരെ ഓപ്പോസിറ്റ്. ദ യങ് ബിലീവർ അഥവാ അൽ മുഅ്മിനു ഷാബ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം മുഅ്മിൻ ഷാബ് കണ്ടോ, സബ്ജക്റ്റ് അഥവാ അതെന്താണ്, നമുക്ക് ഈ അറബിയിൽ പറയുമ്പോൾ അതിന് മുബത്തദ എന്ന് പറയാം. അപ്പോൾ തൽക്കാലം അറബിയിലെ തർക്കീബും ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ സബ്ജക്റ്റ് മുബത്തദ. ഇപ്പോൾ അൽ മുഅ്മിനു ഷാബു എന്ന് പറഞ്ഞ പോലെയാണ് ദ യങ് ബിലീവർ എന്നുള്ളത്. വോക്ക് അപ്പ് അത് വേർബാണ്. അപ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അജക്റ്റീവ് സിഫത്ത് വന്നു, ബിലീവർ അപ്പോൾ ഒരു വിശ്വാസിയായ യുവാവാകുന്നത്, ആ അർത്ഥാണ് ഇപ്പം അതിനുള്ളത്. വോക്ക് അപ്പ് അവൻ എഴുന്നേറ്റു, ഇസ്തൈഖദ അത് വേർബാണ് അഥവാ പ്രെഡിക്കേറ്റ് ആണ്, ഖബറാണത്. എപ്പോഴാ എഴുന്നേറ്റത്? ബിഫോർ ഫജ്ർ, ഫജ്റിന് മുമ്പ്. കണ്ടോ, ബിഫോർ ഇത് പ്രിപ്പോസിഷൻ ആണ്. ഫജ്റിന് മുമ്പ് ലർഫും പ്രിപ്പോസിഷനും ഒരേപോലെയാണ് ഏകദേശം ഉള്ളത്. നമ്മൾ അറബിയിൽ അതിന് ലർഫ് എന്നാ പറയാം, പ്രിപ്പോസിഷൻ. ഇനി അഥവാ ജറിന്റെ അക്ഷരം എന്നാണ് നമ്മൾ അറബിയിൽ പ്രിപ്പോസിഷന് പൊതുവെ പറയാറുള്ളത്. ഫജ്റിന് മുമ്പ് ആണ്ടോ, ഫജ്ർ എന്നത് എന്താണ്? മുലാഫിലേഹിയാണ് അഥവാ അല്ലെങ്കിൽ മജ്റൂർ ആണ്, രണ്ടും പറയാം. ഒബ്ജക്റ്റ് ഓഫ് പ്രിപ്പോസിഷൻ. ഈ ഖബലക്ക് ഒരു മുത്താലക്ക് വേണ്ടേ? ഫജ്റിന് മുമ്പ് എന്താക്കി? ഇസ്തൈഖദ ഉണർന്നു. അതിന്റെ മുത്താലക്ക് ഇതാ പറയുന്നത് ബിഫോർ ഫജ്ർ ഈസ് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്, അഥവാ ഒരു ജാർ മജ്റൂർ മജ്മൂ ആണ്, ജാർ മജ്റൂർ ആണ്, അതിന്റെ മജ്മൂ ആണ്. ആൻഡ് കണക്റ്റഡ് ടു വോക്കപ്പ്, വോക്കപ്പിനോടാണ് അതിന്റെ മുത്താലക്ക്. ഇതൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോ ജുംലകളും മനസ്സിലാക്കാൻ മുത്താലിമിന് സാധിക്കും. ഈ കിതാബ് കൃത്യമായി പഠിച്ചവർക്ക് ഇത് തർക്കീബ് വെക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും.